എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ ഭക്ഷണം കഴിക്കാതെ ഇവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറച്ചിൽ നിർത്തുമെന്ന് വിചാരിക്കണ്ട. നീ കഴിക്കടി. അമ്മക്ക് എന്റെ അടുത്തൊരു സ്നേഹമില്ലല്ലോ. വീക്കിൽ തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ സ്നേഹമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ മരണപ്പണിയും പണിഞ്ഞിട്ട് നിനക്കൊക്കെ വേണ്ടിട്ട് പണിയെടുക്കണത്. കഴിക്കേ. എനിക്ക് വേണ്ട, അമ്മ കഴിച്ചോ തൃപ്തിയാവട്ടെ. എന്താ നിനക്ക് എന്തിന്റെ കുറവുണ്ട് വീട്ടില്? അതൊന്ന് പറ. എന്താ നിന്റെ പ്രശ്നം? സ്നേഹത്തിന്റെ കുറവുണ്ട്. തിരിച്ചു മക്കള് സ്നേഹിക്കണം, എന്നാലേ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അതിന് ഇങ്ങോട്ട് കിട്ടിയാലേ തിരിച്ചു കൊടുക്കാക്കുള്ളൂ. നിന്റെയൊക്കെ പ്രായത്തിലെ ഒരു ബുക്കിന് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അറിയോ? അമ്മ അതിന് ഞാനും ബുക്കല്ലേ വായിക്കണ. നീ ഏത് ബുക്കാടി വായിക്കണത്? നീ പഠിക്കണ ബുക്ക് തുറക്കാറുണ്ടോ? എന്നിട്ട് എന്നെ പറ്റിക്കും നീ. ഞാൻ പഠിച്ചു കഴിഞ്ഞമ്മേ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞമ്മേ, ഞാൻ ഹോംവർക്ക് ചെയ്തമ്മേ. അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ടീച്ചർ വിളിച്ച് എന്നെ ചീത്ത പറയായിരുന്നോ? ഒരു 5% അല്ലേ കുറഞ്ഞോളൂ. 5% കുറഞ്ഞുള്ളൂ. നോവല് വായിക്കണം. നോവല് വായിക്കാൻ പറ്റിയ പ്രായമാണോ? നോവല് വായിക്കാൻ പറ്റിയ പ്രായമാണോ നിന്റെ? ആണോ? എന്താ ചേച്ചി? എന്തിനു കാര്യം പറയണ്ട. നോക്കി അമ്മയ്ക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹവുമില്ല. ചുമ്മാ പഠിത്തം പഠിത്തം പഠിത്തം. സ്നേഹമൊന്നുമില്ലല്ലോ, അത് മാത്രം മതി അമ്മയ്ക്ക്. സ്നേഹം ഇല്ലാണ്ടാണോ തക്കിനി മോളെ അമ്മ അതേ ഭക്ഷണമൊക്കെ വാരി തരുന്നത്? മനസ്സിലാവൂല്ലേ? എന്താ കാര്യം തോന്നുന്നു? എന്റെ അമ്മിളിക്കുട്ടൻ ചേട്ടൻ ഇവിടുത്തെ ടീച്ചർ വിളിച്ച് എന്നെ വേണ്ട ചീത്ത പറഞ്ഞു. ഈ പെണ്ണ് സ്കൂളിൽ പോയിട്ടൊന്നും പഠിക്കണില്ലെന്ന്. ആര് പറഞ്ഞു? ഇവിടെ നന്നായിട്ട് വായിക്കണുണ്ടല്ലോ, അവള് പഠിക്കണുണ്ടല്ലോ. എന്താ വായിക്കണേന്ന് ചോദിക്ക്. സ്കൂളിൽ പഠിക്കണ ബുക്ക് ഒന്ന് തുറന്നു നോക്കണല്ലോ. പിന്നെ അവള് ലൈബ്രറിയിൽ നിന്ന് കുറെ ബുക്ക് എടുത്തിട്ട് വരും. അത് ഒറ്റ ഇരിപ്പിന് തിന്ന് തീർക്കണ പോലെ തീർക്കും. അത് കഴിയുമ്പോ കൂട്ടുകാരുടെ ബുക്ക് മേടിച്ചിട്ട് വരും. അതും കഴിയുമ്പോ ഡാഡി മോക്ക് ബാലരമ പൂമ്പാറ്റ ഇതൊക്കെ കൊണ്ട് കൊടുക്കും. മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലാവാൻ? എടീ, വായിക്കുന്ന കൊച്ചുങ്ങളെ പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലല്ല പറയേണ്ടത്. മനസ്സിലായ? ഞാൻ പിന്നെ വായിക്കാൻ തന്നെ പറയണത്. ഇവള് പഠിക്കണ ബുക്ക് വായിക്കട്ടെ. പഠിക്കണ ബുക്ക് വായിക്കാത്തോണ്ടല്ലേ ഇവക്ക് മാർക്ക് കുറഞ്ഞു പോണത്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? പഠിക്കുന്ന ബുക്ക് വായിച്ച് കാണാതെ പഠിച്ചിട്ട് 100% മാർക്ക് വാങ്ങിച്ചാൽ നല്ല കുട്ടിയാണെന്നാണ്? പിന്നെ എന്തെങ്കിലും തലയ്ക്കകത്ത് വിവരം വേണ്ടേ? ആ വിവരം വെക്കണമെങ്കിലേ വായിക്കണം. അപ്പൊ എന്താ ഇവരുടെ പുസ്തകത്തിൽ വിവരം വെക്കാനുള്ള സാധനം ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അതല്ല, ബാക്കിയുള്ള പുസ്തകങ്ങൾ വായിക്കണം. വായിച്ച് വളരണം. വായിച്ച് വളരേണ്ട പ്രായമാണ് ഇപ്പോ. എന്ത് കണ്ടോന്ന്? മാമൻ അറിയാൻ കൊറേ. എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ, ആ ബുക്കൊക്കെ ഇവക്ക് ഇവളെന്താ വായിക്കണേന്ന് അറിയാമോ? നോവല്. ഈ പ്രായത്തിലുള്ള പിള്ളേര് വായിക്കേണ്ടതാ നോവല്. എല്ലാ നോവലും നോവൽ, നല്ല പുസ്തകങ്ങൾ, നോവല്, കഥാസംഹാരം എല്ലാം ഉണ്ട്. എല്ലാം വായിക്കണം. നല്ല നല്ല കവിതകൾ ഇതായി കഴിയുമ്പോ വായിച്ചോട്ടെ. ഇപ്പൊ ഇവക്ക് ഈ പഠിക്കണ ബുക്ക് വായിക്കാൻ പാടില്ല, തുറക്കണില്ലാന്ന്. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന നോവലല്ലേ, അപ്പൊ അത് കുട്ടികൾക്ക് വായിക്കാൻ പറ്റണമായിരിക്കും. അതല്ല ഇവള് പഠിച്ച് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനമുണ്ട്. എന്നെ പോലെ എന്റെ കൊച്ചു കഷ്ടപ്പെടരുത്. അതിന് വേണ്ടിട്ടാ ഞാൻ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇപ്പോഴേ അവർക്ക് അതുപോലെ നല്ല ബുക്സും എല്ലാം വായിച്ച് നിന്നെ പോലെ ആവൂല. അല്ല, ഞാനും അമ്പിളിക്കുട്ടൻ ഞാൻ സ്കൂളിൽ പഠിച്ചതല്ലേ, ഒരേ സ്കൂളിലാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ കണ്ട പുസ്തകമൊക്കെ വായിച്ചിട്ട് നടക്കുക നമ്മള്. അതിന്റെ കുറവ് തന്നെ ഇപ്പൊ ചെയ്യുന്നത്. എന്തെങ്കിലും 4 അക്ഷരം അന്ന് വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ നീ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതിച്ചോടുവോ? അതിന്റെ ഗുണമാണ് നീ കാണിക്കുന്നത്. അതുപോലല്ല, അവൾ പഠിക്കട്ടെ, പഠിച്ച് വളരട്ടെ. ഇങ്ങോട്ട് നോക്ക്, വായിച്ചാലേ വളരും, അല്ലെങ്കിൽ വളയും നിന്നെ പോലെ. ഞാൻ പറഞ്ഞല്ല, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ. അമ്മ കഴിച്ചോ? അളിയോ, വാ ഇങ്ങോട്ട്. ഞാൻ അമ്പിളിക്കുട്ടൻ, വാ. ഞാനടേ, വാ. എന്തായിരുന്നു പണി? എന്തായിരുന്നു അകത്ത്? ഞാനേ 1-2 ആവശ്യങ്ങൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. നീ കിടന്ന് ബഹളം വയ്ക്കണം. ബഹളം വെച്ചാൽ ഒരു മുഖ്യമായ ഒരു കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു. നമ്മൾ ഈ വായനാ ലക്ഷാചരണമൊക്കെ വരെയല്ലേ, അതുകൊണ്ട് നമ്മുടെ ലൈബ്രറി ഒന്ന് വിപുലീകരിക്കാമെന്ന് തീരുമാനിച്ചു. എങ്ങനെയുണ്ട് നിന്റെ അഭിപ്രായം? നല്ല കാര്യം, നല്ല കാര്യം. മാത്രമല്ല, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ. നിങ്ങളല്ലേ ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്തിന്റെ എല്ലാ വികസനത്തിനും നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. അത് അങ്ങനെയാണ്. ഇതിനു മുമ്പ് ഭരിച്ചു വരുന്നൊന്നും എടുത്തിട്ടില്ല. അത് കുഴപ്പമില്ല, അത് പോട്ടെ. പിന്നെ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ഒരു പുസ്തകം, അതായത് പൈസയായിട്ട് ആരെയും ഒന്നും വാങ്ങുന്നില്ല. പൈസ ആയിട്ട് നിങ്ങൾ ആരുടെ നിന്ന് ചോദിക്കരുത്, തരൂല. കാരണം പിരിക്കാനുള്ളത് മാക്സിമം ചളു പഠിക്കാതെ മര്യാദ ആരെയൊന്നും പൈസ ആയിട്ട് വാങ്ങുന്നില്ല. ഒരു വീട്ടിൽ നിന്ന് ഒരു പുസ്തകം, അതായത് പഴയ വീടുകളൊക്കെ ഒരുപാട് നല്ല നല്ല ഗ്രന്ഥങ്ങളും നല്ല പുസ്തകങ്ങളും കാണും. ഇതൊക്കെ ബാക്കിയുള്ളവരും കൂടെ ഒന്ന് വായിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഓരോ വീട്ടിൽ നിന്ന് ഓരോ പുസ്തകം, അങ്ങനെ എന്തെങ്കിലും നല്ല ഗ്രന്ഥമോ പുസ്തകമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഒരെണ്ണം പഞ്ചായത്തിന് വേണ്ടിയിട്ട് ലൈബ്രറിക്ക് വേണ്ടി. നമ്മൾ തരണം എന്തിന്? അത് നിങ്ങളെ പാർട്ടി നടത്തുന്ന പരിപാടിക്ക് നിങ്ങളെ പാർട്ടിക്കാരെല്ലാവരും കൂടെ അണികൾ വിചാരിച്ച ഓരോ പുസ്തകം കൊണ്ട് ലൈബ്രറി വെക്കാൻ പറ്റില്ലേ? എന്റെ പൊന്നളിയാ, ഈ വായനയിലെങ്കിലും നീ ഒന്ന് പാർട്ടിയെ മാറ്റി വരും. വായിച്ചുള്ള അറിവ് പഴുത്ത്
പാർട്ടി രണ്ടാമത്. ശരി ശരി ശരി. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചു തന്നാലും മതി. നല്ലൊരു പുസ്തകം നോക്കി. ആ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഞാൻ തരാം. ഒരു പഴയ ഗ്രന്ഥം ഇരിപ്പുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഗുണമുള്ളതാണ്. പഞ്ചായത്തിൽ നല്ല എല്ലാവർക്കും, നിനക്കും വായിക്കും, എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവവും അവൻ്റെ ജീവിതവും എല്ലാം നല്ല ചിട്ടയാവുകയും എങ്ങനെ ഒരു മനുഷ്യനെ ജീവിക്കുക എന്നുള്ളതിന് വളരെ സഹായമാണ് ആ പുസ്തകം. ഇന്നത്തെ കാലത്ത് അത്യാവശ്യപ്പെട്ട സാധനമാണ്. ഞാൻ അതങ്ങ് തരാം. ഇനി ഒന്നും തന്നില്ല, ഇനി നീ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞൊരു വിഷമം ഉണ്ടാവണ്ടല്ലോ. തരാം തരാം തരാം. Alien versus Alien.